ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നത്തിലും അതേ തുടർന്നുള്ള കൊലപാതകങ്ങളിലും ബലി കഴിക്കപ്പെടുന്നത് കുട്ടികളുടെ ജീവിതമാണ്. അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയത് മൂലം അനാഥരാക്കപ്പെട്ട ഒട്ടേറെ കുരുന്നുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ സംഭവം ആരുടെയും കരളലിയിക്കും. സ്വന്തം മക്കളുടെ മുന്നിലിട്ടാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയത്. ഇതോടൊപ്പം ഇടുക്കി മൂന്നാറിലെ യുവതിയുടെയും ആലപ്പുഴ പെരുമ്പളത്തെ 22കാരന്റെയും ദുരൂഹമരണവും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം അമ്മയെ അച്ഛൻ വെട്ടിക്കൊലപ്പെടുത്തുന്നത് നേരിൽ കാണേണ്ടി വന്ന 2 കുരുന്നുകൾ. പിന്നീട് അച്ഛന്റെ ആത്മഹത്യയും. ആലപ്പുഴ ചെങ്ങന്നൂർ വെൺമണിയിലെ സഹോദരങ്ങളായ ശ്രുതിക്കും ശ്രാവണിനും അതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. വെൺമണി സ്വദേശിനി ദീപ്തിയെ ഭർത്താവ് ഷാജി ക്രൂരമായി മക്കളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഷാജിയും ജീവനൊടുക്കി. കുടുംബ പ്രശ്നമാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് നിഗമനം. അച്ഛന്റെ ക്രൂരതയിൽ അനാഥരാക്കപ്പെട്ടത് 2 കുരുന്നുകളാണ്. രാവിലെ 6:30ഓടെയാണ് സംഭവം. അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന ഭാര്യ ദീപ്തിയെ ഷാജി വെട്ടുകത്തി ഉപയോഗിച്ച് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. മക്കളായ ശ്രുതിയെയും ശ്രാവണിനെയും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷമാണ് ഷാജി ഭാര്യയുടെ തലയിലും ദേഹത്തും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ദീപ്തിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് ഷാജിയെ വീടിനുള്ളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരു മാസം മുൻപാണ് ഷാജി വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. ഇതിനുശേഷം ഇരുവരും തമ്മിൽ ദിവസവും വഴക്കുണ്ടാകുമായിരുന്നുവെന്ന് സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസ് നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് 18 ചെങ്ങന്നൂർ. ഇടുക്കി മൂന്നാറിൽ ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. നല്ലതണ്ണി സ്വദേശിനി ലക്ഷ്മിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവിന്റെ മരണശേഷം ലക്ഷ്മി സുഹൃത്തിനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഹൃദയ സംബന്ധമായ രോഗം ഇവർക്കുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ഭർത്താവ് മരിച്ചതിനു ശേഷം ലക്ഷ്മി കാളീശ്വരൻ എന്ന സുഹൃത്തിനൊപ്പം തമിഴ്നാട്ടിലാണ് താമസിച്ചിരുന്നത്. 10 ദിവസം മുൻപ് മൂന്നാർ കോളനിയിലെത്തിയ ഇരുവരും ബുധനാഴ്ച കണ്ണൻദേവൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ എസ്റ്റേറ്റിലെത്തി ലയത്തിൽ താമസമാരംഭിച്ചു. ഹൃദ്രോഗം ബാധിച്ചിരുന്ന യുവതിയെ സുഹൃത്തായ മുനിയാണ്ടിയുടെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം കാളീശ്വരൻ കന്യമല എസ്റ്റേറ്റിൽ ജോലി ആവശ്യത്തിനായി പോയി. ഈ സമയം മുനിയാണ്ടിയുടെ അമ്മ പിച്ചമ്മയും വീട്ടിലുണ്ടായിരുന്നു. രാത്രിയിൽ മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്ന ലക്ഷ്മിയെ പിന്നെ മരിച്ച നിലയിലാണ് കണ്ടത്. രാവിലെ സമീപവാസികൾ വീട്ടിൽ പ്രവേശിച്ചതോടെയാണ് മരണവിവരം പുറം ലോകം അറിയുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലുള്ള ഒരു ലൈൻസിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതായിട്ട് വിവരം കിട്ടിയിട്ട് അതിൻ്റെ സ്റ്റേറ്റിലെ സൂപ്പർവൈസറുടെ മൊഴി അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ലേഡി നല്ലതള്ളിയിൽ താമസിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ലേഡിയാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ കൂടെയാണ് ഈ ലൈൻസിലെത്തിയെന്നാണ് അറിയായിട്ടുള്ളത്. മരണകാരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം നടത്തി വരികയാണ്. ഹൃദയത്തിന് അസുഖമുണ്ടായിരുന്നെങ്കിലും മരുന്നുകൾ കഴിക്കുന്നത് മുമ്പ് കണ്ടിരുന്നില്ലെന്ന് അയൽവാസികൾ പറയുന്നു. இந்த அக்கா அவங்க வாடகைக்கு வந்தாங்க. ஒரு வாரத்துக்கு முதல் போன 15 திங்கக்கிழமை தான் எங்கள் வீட்டுக்கு வாடகைக்கு வந்தாங்க அவங்க. அப்போ இருந்து இந்த பிள்ளை ஒரே நேரத்தில் முதல் தெரியும் எனக்கு. அதனால நல்லா பேசி பழக்கம் அப்படி தான் தெரியும். அது நான் மாத்திரை சாப்பிட்டெல்லாம் பார்த்ததே இல்லை. நான் கேட்பேன், நான் டெய்லி மாத்திரை சாப்பிட்றேன்லாம் இந்த பிள்ளை சொல்லுவா. நாங்கள் கேட்போம், சாப்பிடவே மாட்டா.
அப்போ எங்கள் பிள்ளைய கூட தான் நைட்டெல்லாம் படுப்பா. நான் கேட்பேன் பகலில் என்னமோ சாப்பிட்டேங்கான்னு சொல்லுவாள். ஆனால் மாற்ற சாப்பிட்டு நான் பார்த்ததே இல்லை. രാത്രിയോടെ മരണം സംഭവിച്ചിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ സുഹൃത്തുക്കളായ കാളീശ്വരൻ, മുനിയാണ്ടി എന്നിവരെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ന്യൂസ് 18 മൂന്നാർ. ആലപ്പുഴ പെരുമ്പളമെന്ന കൊച്ചുദ്വീപിലെ കുട്ടികൾ ഭീതിയിലാണ്. അവരുടെ കളിക്കൂട്ടുകാരൻ അഭിരാമിന്റെ മരണം ഒരു നാടിന് മുഴുവൻ ആശങ്കയിലായിട്ടിരിക്കുന്നു. സമീപസ്ഥലത്തെ ഒരു സംഘം അഭിരാമിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചതായും ഇതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തുവെന്നുമാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. 3 വർഷമായി പ്രദേശത്തെ കുട്ടികൾ ആക്രമണത്തിന് ഇരകളാകുന്നുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസോ രാഷ്ട്രീയ പാർട്ടികളോ ഇടപെടുന്നില്ലെന്നും പരാതിയുണ്ട്. പെരുമ്പളം പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച, അഭിരാം എന്ന 22 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നമ്മളോടൊപ്പം അഭിരാമിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. കുട്ടികളുടെ സാഹചര്യം എന്താണ്? അവര് ഒരു വല്ലാത്ത ഒരു ഡിപ്രഷനിലാണ്. അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റണില്ല. 3 വർഷക്കാലമായിട്ട് ഈ മർദ്ദനം തുടരുകയാണ്. അതായത് പണ്ടൊരിക്കൽ ഉണ്ടായ ഒരു പരസ്പരം ഉണ്ടായ ഒരു അക്രമ സംഭവത്തിന്റെ പുറകെ പിന്നീട് വരുന്ന എല്ലാ കുട്ടികളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണോ? അതെ, എവിടെ പോയാലും, അമ്പലത്തിൽ പോയാലും, കോളേജിൽ പോയാലും ഒക്കെ അവരെ അതിക്രമിക്കുകയാണ്. ഇവർ പതുങ്ങിയിരിക്കണത് അറിയില്ല. ആരെങ്കിലും വിളിച്ച് പറയും ഇവര് കോളേജിൽ നിന്ന് വരണ്ടെന്ന് പറഞ്ഞാൽ ബോട്ട് കെട്ടിയില്ല, ജങ്കാർ ജെട്ടിലൊക്കെ കാത്തിരുന്നിട്ട് ഇവരെ അടിച്ച് ശരിയാക്കിയാണ്. ഇവരടിച്ചിട്ടും പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും കണ്ട്, നമ്മുടെ അയൽവാസികൾ കണ്ടാണ് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്ത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ കേസും അങ്ങോട്ട് ഒത്തുതീർപ്പാക്കും. ഒരു പരിപാടികൾക്കും കുട്ടികൾക്ക് പോകാൻ പറ്റില്ല ചേച്ചി? ഒരു പരിപാടികൾക്കും പോകാൻ പറ്റില്ല. ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ പഠിപ്പിക്കാൻ കൊണ്ട് ആക്കിയ എറണാകുളം ജില്ല വഴി വേണം പോകാൻ. ഇറങ്ങിപ്പോണം. അത്രക്ക് പേടിയാണ്. ആ ഗ്രൗണ്ടിൽ ഇട്ട് തല്ലുന്നത് കണ്ട് പിന്നെ ഞങ്ങൾ ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് നിങ്ങളുടെ കൺമുന്നിലാണ് അടിച്ചത്? ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ. അങ്ങനെ പിന്നെ അതിൽ പിന്നെ ഒരു സഹാവായ 2 സഹാക്കളും വന്ന് പിടിച്ച അവരെ ഇതുപോലെ കോളറിന് ചുറ്റി പിടിച്ചങ്ങ് ഉന്തിയടിയൊക്കെ ചെയ്ത് അതുങ്ങളെ. ഞങ്ങൾ എന്നിട്ട് ഈ കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അവിടെ വീട്ടിൽ വന്ന് മർദ്ദിക്കുകയും ചെയ്തു. ഇത് കുറെ കാലമായോ ചേച്ചി? ഇത് തുടങ്ങിയിട്ട് കുറെ കാലമായോ? അതെ, 3 വർഷം കഴിഞ്ഞു ഇപ്പൊ തുടങ്ങിയിട്ട്. നിങ്ങൾ പോലീസിലൊക്കെ പരാതി കൊടുത്തു, പോലീസിൽ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു, എല്ലായിടത്തും പരാതി കൊടുക്കും. 2 ആഴ്ച കഴിയുമ്പോൾ അതിന് തേഞ്ഞ് മാഞ്ഞു പോകും. അത് അവർ ഒത്തുതീർപ്പാക്കും. പെറ്റീഷൻ നൽകിയിട്ട് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് ഇനി ഒരു നടപടി ഇതിന് ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത് വേണ്ട നടപടികൾ അവർക്ക് കഴിവുന്നതും ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ ഞങ്ങൾ ഇനി അടങ്ങിയല്ല, ഈ അമ്മമാര് അടങ്ങിയല്ല ഇനി. ഞാൻ ആക്രമിക്കപ്പെട്ടായിരുന്നു. ആദ്യം ഇവർ ഉച്ചക്ക് വന്നപ്പോഴത്തേക്ക് എന്നെയാണ് വന്ന് ആദ്യം പിടിച്ചത്. ഇങ്ങനെ ഇവരുടെ വീടൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞ് എന്റെ നേരെ വന്ന് കോളറിലൊക്കെ കുത്തിപ്പിടിച്ച്. അബ്രഹാമിനെ അടിക്കാൻ വരുന്ന ദിവസം അന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് എന്നെ വന്ന് ആദ്യം പിടിച്ച് കോളറിൽ കുത്തിപ്പിടിച്ച് ഇവരുടെ വീടൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞ്. പേടിയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? പേടിയുണ്ടോ? പിന്നെ പേടിയാണ്. ഞങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റണില്ല. ഇവര് കാരണം 3 വർഷമായിട്ട് ഒരു ഉത്സവത്തിന് പോലും പോകാൻ പറ്റണില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ചാണോ അബ്രഹാമിനെ അടിച്ചത്? നിങ്ങൾ കണ്ടോ ചേട്ടനെ അടിക്കുന്നത്? കണ്ടു. ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് പറഞ്ഞ് ഓടിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഓടി അഭിച്ചെന്നെ ഇങ്ങനെ വന്നിട്ട് ഇടിക്കുകയായിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു. എന്നിട്ട് അപ്പുറത്ത് രബീഷനൊക്കെ ചെന്ന് പാർട്ടിക്കാരൊക്കെ ചെന്ന് വിളിച്ചിട്ട് വന്നിട്ട് അവർ ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. വെച്ചാൽ ടാച്ചേച്ചിയുടെ വീട്ടിലാട് തള്ളി കൊണ്ടുവന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവർ പോയത്. എന്നിട്ടൊന്നും പറഞ്ഞിട്ട് ഇവർ പോണില്ലായിരുന്നു. അതാണ് എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് ഇവിടുത്തെ അമ്മമാർ പോവുകയാണ്. അവരുടെ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് അവരുടെ കണ്ണുകൾ, ഈ കുട്ടികളുടെയും അമ്മമാരുടെയും കണ്ണുകൾ കാണാൻ കഴിയുന്നത് ഭീതി നിറഞ്ഞ ഒരു കാഴ്ചയാണ്. അവരുടെ കണ്ണുകൾ കാണുന്നത് അത്രയും ഒരു ആശങ്ക നിറഞ്ഞ മുഖവുമായാണ് ഈ രക്ഷകർത്താക്കൾ ഇവിടെ ഉള്ളത്. എന്തായാലും പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടും അതിനകത്ത് കൃത്യമായൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. വോട്ടെടുപ്പിൽ നിന്നടക്കം വിട്ടുനിൽക്കാനുള്ള പ്രതിഷേധവുമായി പോവുകയാണ്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് ഈ അമ്മമാർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരളത്തിന്റെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ തകർപ്പൻ വിജയത്തിന്റെ ആവേശത്തിലാണ് നിർമ്മാതാക്കൾ. മലയാള സിനിമയിൽ ആദ്യമായി 200 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം. അതിന്റെ ആവേശം കെട്ടടങ്ങും മുൻപ്
നിർമ്മാതാക്കളെ സംബന്ധിച്ച് തിരിച്ചടി നൽകുന്ന ഒരു വാർത്ത. നിർമ്മാതാക്കളായ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ അവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങിയെന്ന പരാതിയിൽ ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി മരട് പോലീസാണ് കേസെടുത്തത്. ഇവരുടെ ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന പരാതിയിലാണ് മരട് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പരാതിക്കാരനായ സിറാജ് വലിയത്തറയും നിർമ്മാതാക്കളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് നോട്ടീസ് അയച്ചു. 7 കോടി രൂപയാണ് സിറാജ് സിനിമ നിർമ്മാണത്തിന് നൽകിയതെന്നും ഇതിൽ 5,95 ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് നൽകിയതെന്നുമാണ് മൊഴി. ഈ 7 കോടി സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചത്. ഇക്കാര്യം പരിശോധിച്ച ശേഷമാകും സിനിമാ നിർമ്മാതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകുക. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നാണ് അരൂർ സ്വദേശി സിറാജ് വലിയത്തറ ഹമീദിന്റെ പരാതി. ഇതുകൂടാതെ OTT പ്ലാറ്റ്ഫോം റൈറ്റ്സ് നൽകിയതിലൂടെ 20 കോടിയോളം രൂപ വേറെയും നിർമ്മാതാക്കൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. എറണാകുളം സബ് കോടതി നിർദ്ദേശപ്രകാരമാണ് മരട് പോലീസ് നിർമ്മാണ കമ്പനി ഉടമകളായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കെതിരെ വിശ്വാസവഞ്ചന, ഗൂഢാലോചന, വ്യാജരേഖ ചമക്കൽ അടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തത്. നേരത്തെ പറവ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കോടതി മരവിപ്പിച്ചിരുന്നു. ബാങ്ക് രേഖകൾ പരിശോധിച്ച ശേഷം നിർമ്മാതാക്കളെ ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കോട്ടയം പാറമ്പുഴ കൂട്ടക്കൊലക്കേസിന്റെ നടുക്കുന്ന ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. പാറമ്പുഴയിൽ ഡ്രൈ ക്ലീൻ സ്ഥാപനം നടത്തിയിരുന്ന ലാദസനെയും ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തിയ കേസ്. 2015 നടന്ന കൂട്ടക്കൊലയിൽ പ്രതി UP സ്വദേശി നരേന്ദ്രകുമാറിന് കോടതി നേരത്തെ വധശിക്ഷ വിധിച്ചതാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിച്ച് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. വിചാരണ കോടതി വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. പ്രതി 20 വർഷം ഇളവില്ലാതെ തടവ് അനുഭവിക്കണമെന്നാണ് പുതിയ ഉത്തരവ്. കോട്ടയം പാറമ്പുഴയിൽ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനം നടത്തിയിരുന്ന ലാലസൻ, ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഭാര്യ പ്രസന്ന, മൂത്ത മകൻ പ്രവീൺലാൽ എന്നിവർ 2015 മെയ് 16 കൊല്ലപ്പെട്ടത്. ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന പ്രവീൺലാലിനെയാണ് ആദ്യം കൊലപ്പെടുത്തിയത്. പിന്നീട് ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ലാലസനെയും പ്രസന്നയെയും വിളിച്ചു വരുത്തി കൊല്ലുകയായിരുന്നു. ഈ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്ന UPയിലെ ഫിറോസാബാദ് സ്വദേശി നരേന്ദ്രകുമാറാണ് കൊല നടത്തിയതെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. കൊലയ്ക്ക് ശേഷം നാടുവിട്ട നരേന്ദ്രകുമാറിനെ UPയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. തൊഴിൽ സ്ഥലത്തെ പ്രശ്നങ്ങളും മോഷണവുമായിരുന്നു പ്രതിയുടെ ലക്ഷ്യങ്ങളെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിച്ച് 2017 വിചാരണ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്കെതിരെ പ്രതി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ശിക്ഷാ ഇളവ് നൽകിയത്. ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ച കോടതി പ്രതി 20 വർഷം ഇളവില്ലാതെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും ഉത്തരവിട്ടു. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ലെന്ന് ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും VM ശ്യാംകുമാറും ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ? ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുമോ? മകളെ കണ്ട ശേഷം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നിമിഷയുടെ മാതാവ് പ്രേമകുമാരി. യമൻ ഗോത്രത്തലവന്മാരുമായുള്ള മോചന ചർച്ചാ നടപടികൾ ഉടൻ ആരംഭിക്കും. നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. 12 വർഷങ്ങൾക്ക് ശേഷം മകളെ കാണാൻ കഴിയുമെന്ന് ഈ അമ്മ ഒരിക്കലും കരുതിയതല്ല.
വികാരനിർഭരമായിരുന്നു നിമിഷപ്രിയയുടെയും അമ്മയുടെയും കൂടിക്കാഴ്ച. ഒടുവിൽ 12 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം മകൾ നിമിഷപ്രിയയെ അമ്മ കണ്ടു. യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മകളെ ഇനി ഒരിക്കൽ കൂടി കാണാൻ കഴിയുമെന്ന് ആ അമ്മ ഒരിക്കലും കരുതിയതല്ല. കണ്ടതും തന്റെ മകൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. താൻ പൊട്ടിക്കരഞ്ഞു പോയെന്നാണ് പ്രേമകുമാരി പറയുന്നത്. മകളെ കണ്ട നിമിഷത്തെക്കുറിച്ച് പറയാൻ പോലും അവർക്കാകുന്നില്ല. 5 മണിക്കൂറോളം ആ അമ്മ നിമിഷയ്ക്കൊപ്പം ജയിലിൽ സമയം ചിലവഴിച്ചു. വികാരനിർഭരമായിരുന്നു സനാ ജയിലിലെ ആ 5 മണിക്കൂർ. നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് കാണാൻ കിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചത്. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അവള് മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിന്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും അവള് നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലില് ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെയുണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്തു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. യമൻ ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയാണ് അടുത്ത ഘട്ടം. ചർച്ച ഫലം കണ്ടാൽ യമൻ പൗരന്റെ കുടുംബത്തോട് സംസാരിക്കാൻ അവസരം ലഭിക്കും. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ അനുമതി ലഭിച്ചാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും. മോചനാനുമതിക്ക് വേണ്ടി നൽകുന്ന ബ്ലഡ് മണിയുടെ കാര്യത്തിൽ മരിച്ച യമൻ സ്വദേശി തലാൽ അബ്ദു മക്തിയുടെ കുടുംബവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിദേശ മലയാളി പൗരപ്രമുഖരും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമം നടത്തുന്നത്. കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. 2017 ജൂലൈ 25-നാണ് യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിൽ നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വെക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 കൊച്ചി. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് സീനിയർ വിദ്യാർത്ഥികൾ മാത്രമാണോ? അതിൽ കോളേജ് അധികാരികളും ഉത്തരവാദികളല്ലേ? കേരള ഹൈക്കോടതിയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണം ഗുരുതര സ്വഭാവമെന്നാണ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത്. ഉദ്യോഗസ്ഥരടക്കം മരണത്തിന് ഉത്തരവാദികളായവർ നടപടി നേരിടേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഗവർണർ സസ്പെൻഡ് ചെയ്തത് ചോദ്യം ചെയ്ത് മുൻ VC MR ശശീന്ദ്രനാഥ് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് AS സിയാദ് റഹ്മാൻ ഇക്കാര്യം പരാമർശിച്ചത്. കോളേജ് ക്യാമ്പസിനകത്ത് നിരവധി കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായ സംഭവം നടന്നതെന്നും ആക്രമണം തടയാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഗവർണർ സസ്പെൻഡ് ചെയ്തത് ചോദ്യം ചെയ്ത് മുൻ VC MR ശശീന്ദ്രനാഥ് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം. കോളേജിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് സിദ്ധാർത്ഥൻ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായത്. ആരും ഇതിനെതിരെ ശബ്ദമുയർത്താതിരുന്നത് വേദനയുണ്ടാക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെല്ലാമെതിരെ നടപടി വേണമെന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാൻ ചാൻസലർക്ക് അനുവാദമുണ്ടെന്ന് കോടതി ആവർത്തിച്ചു. നേരത്തെ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ഹർജി പരിഗണിച്ച സമയത്ത് ജസ്റ്റിസ് ബെച്ചു കുര്യനും സമാനമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു.
സിദ്ധാർത്ഥൻ കോളേജിൽ വെച്ച് ക്രൂരമായ ആക്രമണങ്ങൾക്കിരയായിട്ടുണ്ടെന്നും അച്ഛന്റെ വിഷമം മനസ്സിലാകുമെന്നുമായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ദിവസങ്ങൾ നീണ്ട ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഒടുവിലായിരുന്നു ആത്മഹത്യയെന്നാണ് കേസ്. ന്യൂസ് 18 കൊച്ചി. മുംബൈയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളായ 2 കുട്ടികളുടെ തിരോധാനം. പിന്നീട് തൊട്ടു സമീപത്തെ പഴയ കാറിനുള്ളിൽ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. മുംബൈ ആൻഡ്രോപ്പ് ഹിൽ സ്വദേശികളായ 5ഉം 7ഉം വയസ്സുള്ള കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. എങ്ങനെയാണ് അവർ കാറിനുള്ളിൽ അകപ്പെട്ടത്? ഡോർ തുറക്കാൻ കഴിയാതെ കാറിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചതാണോ അതോ കൊലപാതകമാണോ? കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കാണാതായ ഇരുവരെയും മണിക്കൂറുകൾക്ക് ശേഷമാണ് മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുംബൈ ആൻഡ്രോപ്പ് ഹിൽ സ്വദേശികളായ 5 വയസ്സുകാരി മസ്കൻ, 7 വയസ്സുകാരൻ സാജിദ് എന്നിവരെ വീടിന് പുറത്ത് കളിക്കുന്നതിനിടെയാണ് കാണാതായത്. ഏറെ വൈകിട്ടും കുട്ടികൾ തിരിച്ചെത്താഞ്ഞതിനാൽ വീട്ടുകാർ തെരച്ചിൽ തുടങ്ങി. പോലീസിലും പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെ മണിക്കൂറുകൾക്ക് ശേഷം പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന പഴയ കാറിനുള്ളിൽ 2 കുട്ടികളും അബോധാവസ്ഥയിൽ കിടക്കുന്നത് ഒരാൾ കാണുകയായിരുന്നു. കുട്ടികളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ മരണം സംഭവിച്ചിരുന്നു. കാറിന്റെ ഡോറുകൾ അകത്തു നിന്ന് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. കളിക്കുന്നതിനിടെ കാറിനകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത കുട്ടികൾക്ക് പിന്നീട് ഇത് തുറക്കാനായില്ലെന്നാണ് സംശയിക്കുന്നത്. ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആലുവ നെടുവന്നൂരിന് സമീപം റെയിൽവേ ട്രാക്കിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലേക്കാണ്. ഏകദേശം 20-25 വയസ്സ് പ്രായം തോന്നുന്ന 5 അടി 4 ഇഞ്ച് ഉയരവും വെളുത്ത നിറവുമുള്ള യുവതിയുടെ മൃതദേഹമാണ് റെയിൽവേ ട്രാക്കിൽ കണ്ടത്. ആലുവ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം ഇപ്പോൾ. നീലയിൽ വെള്ളയും പച്ചയും ചുവപ്പും കലർന്ന ചുരിദാറും ചുവന്ന പാന്റുമാണ് ധരിച്ചിരുന്നത്. കഴുത്തിൽ കറുത്ത മുത്തുപതിച്ച വെള്ള നിറമുള്ള കൊന്തയുമുണ്ട്. മൃതദേഹം തിരിച്ചറിയുന്നവർ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.